നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത്. ബംഗ്ലാദേശിലെ വിഷയം തന്നെ. അവിടെ നിന്ന് പ്രധാനമന്ത്രി നാട് വിട്ടുകഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഉള്ളത് ഇന്ത്യയിലാണ്. അവർക്ക് ലണ്ടനിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ലണ്ടനിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ബംഗ്ലാദേശിലാണെങ്കിൽ ഇപ്പോഴും പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. ഒരു ശമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ. അജിംസ്, ബംഗ്ലാദേശ് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന്. എങ്ങോട്ടാണ് ബംഗ്ലാദേശിൻ്റെ ഒരു പോക്ക്? അല്ല, ബംഗ്ലാദേശിലെ ഒരു പുതിയ കാര്യമില്ലല്ലോ. അവിടെ പട്ടാള അട്ടിമറികൾ ഉണ്ടാവാറുണ്ട്, പട്ടാള ഭരണം ഉണ്ടാവാറുണ്ട്, പിന്നെ പട്ടാള ഭരണത്തിനെതിരെ ജനാധിപത്യ സമരങ്ങൾ ഉണ്ടാവാറുണ്ട്, വീണ്ടും ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടാറുണ്ട്. അധികാരത്തിൽ വരുന്ന പാർട്ടികൾ കുറേ കൂടി എന്താണ് പറയുക, റിഗറസ് ആയിട്ടുള്ള മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള ഭരണം നടത്താറുണ്ട്. അതൊക്കെ ബംഗ്ലാദേശിൽ പുതുമയുള്ള കാര്യമല്ല. പാകിസ്ഥാൻ്റെ ഏതാണ്ടൊരു ചെറിയ പതിപ്പാണ് ബംഗ്ലാദേശിലെ കാര്യത്തിൽ. പക്ഷേ ഈ തവണത്തെ ഉണ്ടായുള്ള പ്രശ്നം വെച്ചാൽ ഇത്തവണ എല്ലാവരും സംവരണ വിരുദ്ധ സമരം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സംവരണ പ്രശ്നം തന്നെയായിരുന്നു ആ സമരത്തിന് തുടക്കമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള ജനകീയ പ്രതിഷേധമായി മാറുകയാണ് ചെയ്തത്. അത് എത്രത്തോളം പോയെന്ന് വെച്ചാൽ നമ്മൾ ശ്രീലങ്കയിൽ കണ്ടതിൻ്റെ മറ്റൊരു കോപ്പി അവിടെ ഇന്നലെ കണ്ടു. പ്രധാനമന്ത്രിയുടെ വസതി പ്രക്ഷോഭകർ ആക്രമിക്കുന്നു, അവരുടെ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിക്കാലൊക്കെ എടുത്ത് തിന്നുന്നു, അവരുടെ സാരി എടുത്തു കൊടുക്കുന്നു, അവരുടെ ചെയറും സോഫയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു, കസേരയിൽ നിന്ന് വീഡിയോ കളിക്കുന്നു. ഭയങ്കര രസമുള്ള സീനുകളാണ് കണ്ടത്. നമ്മൾ ശ്രീലങ്കയിൽ കണ്ടതിൻ്റെ മറ്റൊരു പതിപ്പാണ് ബംഗ്ലാദേശിൽ കണ്ടത്. അവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഞാൻ ഇന്നലെ അത് സൂചിപ്പിച്ചിരുന്നു. അവിടെ വയലൻസ് ഉണ്ടാവുന്നു എന്നുള്ളതല്ല പ്രശ്നം, ആ വയലൻസ് തടയുക എന്നുള്ളതാണ്. വയലൻസ് തടഞ്ഞുകൊണ്ട് ഒരു കെയർ ടേക്കർ സർക്കാർ കൊണ്ടുവരിക, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ സർക്കാർ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ബംഗ്ലാദേശ് ഉടനെ ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവേണ്ടതെന്ന് പറയാൻ കാരണം നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പറയുന്നതുകൊണ്ടാണ്. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എന്ന് പറഞ്ഞാൽ അത്ര ക്രൂഷ്യലാണ്. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ അതൊരു വിദേശ നയത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ആഭ്യന്തര പ്രശ്നമായി തന്നെ അവിടുത്തെ വയലൻസും അവിടുത്തെ അൺസ്റ്റബിലിറ്റിയും മാറാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ബംഗാൾ, ആസാം പോലുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജനാധിപത്യവും സമാധാനവും വരേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ ചില ആളുകൾ ഇതിനെങ്ങനെ എന്താണ് പറയുക, ഇപ്പോൾ അവിടെ നടക്കുന്ന വയലൻസ് ഇന്ത്യക്ക് തിരിച്ചടിയാണെന്ന് ചിലർ പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റൂളിംഗ് പാർട്ടി, അതായത് BJPയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടുത്തെ നിലവിലെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് ഹസീനയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ മോദിയുടെ വിമർശകർ പലരും ഷെയ്ഖ് ഹസീനയെ ബംഗാളിലെ BJP എന്നാണ് പറയാറ്. കാരണം അത്രമാത്രം വളരെ അടുത്ത് പല കാര്യങ്ങളിൽ, ഇപ്പോൾ എക്കണോമിക് ടൈസ് മാത്രമല്ല, പൊളിറ്റിക്കൽ ടൈസും അങ്ങനെ പല കാര്യം, ഡെവലപ്മെൻറ്റൽ സഹകരണവും എല്ലാം കൂടി നോക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയും BJP സർക്കാരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. അത് ഷെയ്ഖ് ഹസീന മോദി വരുന്നതിന് മുമ്പ് ഇന്ത്യയായിട്ട് അത്രയും നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു. UPA സർക്കാരിൻ്റെ കാലത്തും ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണ അവർ ഇന്ത്യയിൽ വന്ന സമയത്ത് സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് സെക്കൻഡ് UPA സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഷെയ്ഖ് ഹസീന അവിടെ പ്രധാനമന്ത്രിയാണ്. അവർ ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗതമായിട്ട് ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പോൾ നേപ്പാളിലെ പ്രചണ്ഡ മാറി ഇപ്പോൾ പുതിയ ശർമ്മ ഒലി എന്ന് പറയുന്നിട്ടുള്ളൊരു പുതിയ പ്രധാനമന്ത്രി വന്നു. അദ്ദേഹം തന്നെ പലപ്പോഴും ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചൈനയ്ക്ക് അലീജിയൻസ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. മുൻ പ്രചണ്ഡയെ പോലെ തന്നെ ശ്രീലങ്കയിലും ഉള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു ടഗ് ഓഫ് വാർ അവിടെ നടന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ മുഴുവൻ നമുക്കെതിരായി മാറുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ട്. അതിൽ ചൈനയുടെ ഇടപെടൽ വളരെ പ്രധാനമാണ്. ഇപ്പോൾ പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശിലും ചൈനയ്ക്ക് സ്വാധീനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടീസ്റ്റാർ ഡെവലപ്മെൻറ്റൽ പ്രൊജക്ട്, ടീസ്റ്റാർ എന്ന് പറഞ്ഞ നദിയുണ്ട്, അവിടുന്ന് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒരുപോലെ ഒഴുകുന്ന ഒരു നദിയാണ്. അതിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയും തമ്മിലൊരു വടം വലി ഉണ്ടായിരുന്നു. അപ്പോൾ ഷെയ്ഖ് ഹസീന ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യയുമായിട്ടുള്ള പരമ്പരാഗത ബന്ധം നിലനിർത്തുന്നതോടൊപ്പം തന്നെ ചൈനയുമായും സഹകരിച്ചിരുന്നു. അതൊരു ബാലൻസ് ഷെയ്ഖ് ഹസീന കൊണ്ടുവരുന്നു. അതിൻ്റെ ഗുണം അവർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഗുണം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത്. അത് ചൈന കൊണ്ട് മാത്രം, ചൈനയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റിൽ അവർക്ക് അവിടെ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ട്രംപിൻ്റെ കാലത്ത് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അമേരിക്കൻ മൂലധനം, അപ്പോൾ ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു നയം. അപ്പോൾ ചൈനയുമായിട്ടുള്ള ട്രേഡ് വാർ വന്നപ്പോൾ സമയത്ത് ഈ ചൈനയിലേക്കുള്ള അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിയറ്റ്നാമിലേക്കും ബംഗ്ലാദേശിലേക്കും മാറി. അങ്ങനെയാണ് ആ ഒരു ബൂം ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള എക്കണോമിക് ബൂം ഉണ്ടായത് അങ്ങനെയാണ്. ഈ ഒരേ സമയം അമേരിക്കയെ പ്രീണിപ്പിക്കുക, യൂറോപ്പിനെ പ്രീണിപ്പിക്കുക, ചൈനയെ പ്രീണിപ്പിക്കുക, ഇന്ത്യയെ പ്രീണിപ്പിക്കുക എന്നുള്ളൊരു വളരെ അപകടകരമായൊരു ബാലൻസിങ് തന്ത്രമാണ് ഈ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ഷെയ്ഖ് ഹസീന ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന പോകുന്നു. ഷെയ്ഖ് ഹസീന ഓടി വരാൻ പറ്റിയ ഒരു സ്ഥലം ഇന്ത്യ തന്നെയാണ്. അതിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ആരോടിയാലും വരുന്ന ഇന്ത്യയിലേക്കാണ്. അത് ഭരണക്കാരാവട്ടെ സാധാരണ മനുഷ്യരാവട്ടെ. അവർ ഡൽഹിയിൽ വരുന്നു, അവർ ലണ്ടനിലേക്ക് പോകുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ രാഷ്ട്രീയാഭ്യം കൊടുക്കാമെന്ന് വെച്ചപ്പോൾ തസ്ലീമ നസ്രീനൊക്കെ ഇന്ത്യയിൽ വന്ന് രാഷ്ട്രീയാഭ്യം തേടിയിട്ടുണ്ട്. അതുപോലെ വേണമെങ്കിൽ അവർക്ക് വരാം. പക്ഷെ അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാൻ പറ്റില്ല CA പ്രകാരം. അങ്ങനൊരു പ്രശ്നമുണ്ട്.
ബംഗ്ലാദേശിൽ നിന്ന് ഓടി വരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ഇവിടെ പൗരത്വം കിട്ടില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു സേഫ് ഹാവൻ എന്ന് പറഞ്ഞപ്പോൾ ലണ്ടനിലേക്ക് പോകുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ലണ്ടനിലേക്ക് ചെന്നാലോ അവിടെയാണ് ആൻറ്റി മുസ്ലിമറായിട്ട് നടക്കുക. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ അവരിപ്പോൾ എങ്ങോട്ട് പോകും, എന്ന് പോകും നമുക്കിപ്പോൾ അറിയില്ല. അപ്പോൾ അവർ ആ എയർപോർട്ടിലുണ്ടെന്നാണ് നമുക്ക് അറിയാവുന്ന വിവരം. അതെന്തോ ആട്ടെ. പക്ഷേ ഇതിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു രാജ്യസഭയിലും ലോക്സഭയിലും. ഈ വിഷയം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അവിടെ വരാൻ പോകുന്ന സർക്കാർ, ഇപ്പോൾ ഖാലിദാസിയെ റിലീസ് ചെയ്തിട്ടുണ്ട് തടങ്കലിൽ നിന്ന്. ഇനി ഖാലിദാസിയയുടെ ഒരു സർക്കാരാണ് അവിടെ വരിക എന്ന് കരുതുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലുള്ളവർ, ഇപ്പോൾ ശശി തരൂർ അത് സംബന്ധിച്ച് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവർ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഖാലിദാസിയ വരികയാണെങ്കിൽ ഖാലിദാസിയുടെ മുന്നണിയിൽ ഇന്ത്യ വിരുദ്ധരായ ചില പാർട്ടികളുണ്ട്. ഇപ്പോൾ BNP തന്നെ, ഇപ്പോൾ ഖാലിദാസിയ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവർ ബോയ്ക്കോട്ട് ചെയ്തിരുന്നു, ബഹിഷ്കരിച്ചിരുന്നതാണ്. ഈ ജനുവരിയിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ നമ്മൾ മാൽഡീവ്സിൽ കണ്ടതാണ്. മാൽഡീവ്സിൽ കഴിഞ്ഞ ഈ തവണ അധികാരത്തിലേറിയ ആൾ എങ്ങനെയാണ് അധികാരത്തിൽ വന്നത്? അവർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയാണ് അധികാരത്തിൽ വന്നത്. ഖാലിദാസിയ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമ്പോൾ പോലും അവരുടെ ക്യാമ്പയിൻ മുഴുവൻ ഹസീന വാജിദും ഈ ഷെയ്ഖ് ഹസീനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മുൻനിർത്തിക്കൊണ്ട് അതിനെതിരായിട്ടുള്ള ഒരു ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അവർ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഇന്ത്യ ഭയക്കുന്നത്, അപ്പോൾ കോൺഗ്രസ് ആവട്ടെ, UPA ആകട്ടെ, ഇന്ത്യ മുന്നണി ആകട്ടെ, NDA ആകട്ടെ, BJP ആകട്ടെ, ബംഗ്ലാദേശിൽ ഇനി ഖാലിദാസിയ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഉലച്ചിലുണ്ടാകും എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ഭയക്കുന്നുണ്ട്. അങ്ങനെ ഉലച്ചിലുണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അപകടമാണ്. ബംഗ്ലാദേശിനെ ഇന്ത്യയോടൊപ്പം നിർത്തേണ്ടത്, ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യയോടൊപ്പം നിർത്തേണ്ടത് വളരെ വളരെ പ്രധാനമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞില്ല, ചൈന ഇന്ത്യയെ ഡിപ്ലോമാറ്റിക്കലി വളഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഡിപ്ലോമാറ്റിക്കലി മാത്രമല്ല, ട്രേഡ് വൈസും. ഇപ്പോൾ അവരുടെ സിൽക്ക് റൂട്ട്, പഴയ സിൽക്ക് റൂട്ടിൻ്റെ പുനരുജ്ജീവനമാകട്ടെ, മറ്റ് ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റാകട്ടെ, ശ്രീലങ്കയിൽ തുറമുഖം ഉണ്ടാക്കുന്നതാകട്ടെ, മ്യാൻമറിലെ വികസന പ്രവർത്തനം. മ്യാൻമറും ചൈനയും തമ്മിൽ നല്ല ടൈപ്പാണ്. അവിടെ സൈനിക ഭരണമാണെങ്കിൽ പോലും അവരുമായിട്ട് ഈ ഡെവലപ്മെൻറ്റൽ ഇതിലെ കരാറുകളിലൊക്കെ അവർ നല്ല ബന്ധമാണ്. ഇനി ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യയും ചൈനയും ഒരേ സമയം ബംഗ്ലാദേശ് ഇതുവരെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു. ഇനി അവർ ചൈനീസ് പക്ഷത്തേക്ക് ചായുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ എനിമി സ്റ്റേറ്റ്സ് എന്ന് പറയേണ്ടി വരും. ഒരു വശത്ത് പാകിസ്ഥാൻ, മറ്റു വശത്ത് ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഇതെല്ലാം ചൈന നമ്മളിങ്ങനെ വളഞ്ഞൊരവസ്ഥ വരും. അത് ഇന്ത്യയുടെ പലതരത്തിലുള്ള ഗ്ലോബൽ താല്പര്യങ്ങൾക്ക് എതിരാണ്. അപ്പോൾ ഇത് പലവട്ടം ഇതിനു മുമ്പ് 2020 ഗാൽവാൻ വാലിയിൽ ഇന്ത്യൻ സൈനികരെ ചൈന ആക്രമിച്ചു കഴിഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ല എങ്കിൽ പോലും പാർലമെൻറ്റിൽ അതിശക്തമായിട്ട് മോദിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. പറയുന്നത് മോദിയുടെ വിദേശ നയം എന്തുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരാകുന്നു എന്ന് അദ്ദേഹം ഓരോ ഉദാഹരണം വെച്ച് ചൂണ്ടിക്കാട്ടി. ഈ ഓരോ അയൽ രാജ്യങ്ങളുടെയും, നേപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് രാജ്യമായിരുന്നു. അത് ഇന്ത്യ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു രാജ്യമായിരുന്നു നേപ്പാൾ. ആ നേപ്പാൾ പോലും വളരെ ചെറിയൊരു രാജ്യം, ഇന്ത്യയുടെ ഭൂപ്രദേശം പോലും കൈയടക്കിക്കൊണ്ട് അവർ പുതിയ ഭൂപടം ഉണ്ടാക്കി ഇന്ത്യയെ വെല്ലുവിളിച്ചു. ആ രാജ്യം പോലും. ശ്രീലങ്കയാകട്ടെ, ശ്രീലങ്ക എത്രത്തോളം ഇന്ത്യ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു നമുക്കറിയാം. ഈ അൺട്രസ്റ്റിൻ്റെ സമയത്ത് പോലും നമ്മൾ എത്ര അവരുമായിട്ട് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു നമുക്കറിയാം. എന്നിട്ട് പോലും അവരെന്ത് ചെയ്യുന്നു, ചൈനീസ് പക്ഷത്തേക്ക് മാറുന്നു. അവസാനം ബംഗ്ലാദേശ് കൂടി അങ്ങനെ മാറുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് ചർച്ചയാകുന്നത്. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു അൺട്രസ്റ്റ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ നിലവിലൊരു പുതിയ സർക്കാർ വരുന്നില്ല. ഈ ഒരു അൺട്രസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. ഈ പട്ടാള ഭരണം വരികയാണ്. ഇപ്പോൾ ഒരു ജനാധിപത്യ സർക്കാർ തന്നെ നടത്തുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ, പ്രതിപക്ഷത്തെ അടിച്ചമർത്തൽ, അതൊക്കെ അവിടെ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് കാരണമാവും. ഇനി അഭയാർത്ഥികൾ വന്നില്ലെങ്കിൽ പോലും, ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ വന്നില്ലെങ്കിൽ പോലും അവിടെ അൺട്രസ്റ്റ് നിലനിൽക്കുമ്പോൾ ഇവിടെ നടക്കുന്ന പ്രചാരണം എന്തായിരിക്കും അറിയോ? ഇവിടെ ഉള്ള ആളുകൾ മൊത്തം ഈ അൺട്രസ്റ്റിന് ശേഷം വന്നവരായിരിക്കും പുതിയ പ്രചാരണം. പ്രത്യേകിച്ചും അസ്സാമിലും വെസ്റ്റ് ബംഗാളിലും. ഇപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുക, എത്രമാത്രം വർഗീയമായ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഒരു അൺട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ചിലപ്പോൾ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം. കാരണം അവിടെ ഉണ്ടാവും വർഗീയ എലമെൻറ്റ്സ് ഉണ്ടാവും. ഇവിടെ ഉള്ളതുപോലെ അവിടെ ഉണ്ടാവും വർഗീയ എലമെൻറ്റ്സ്. അവരെന്ത് ചെയ്യും, ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം നടത്തിയേക്കാം. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാവും. അത് കാണിച്ചുകൊണ്ട്, അതിവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഇവിടെ ഒരു പോളറൈസേഷൻ നടത്താനുള്ള ശ്രമം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബംഗ്ലാദേശ് സ്റ്റേബിൾ ആവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഡിപ്ലോമാറ്റിക്കലി വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിപ്പോൾ ഇനിയിപ്പോൾ BNP ആണ് വരുന്നതെങ്കിൽ പോലും, ഖാലിദാസിയാണ് അടുത്ത ഭരണാധികാരിയാണെങ്കിൽ പോലും അവരെ ഇന്ത്യയോടൊപ്പം നിർത്താനായിരിക്കണം ഇന്ത്യ ശ്രമിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇന്നത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ സർവകക്ഷി യോഗം വിളിച്ചു. സർവകക്ഷി യോഗത്തിന് എന്തില്ല, പ്രധാനമന്ത്രി വന്നില്ല. അമിത്ഷായും JP നഡ്ഡയൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ മതിയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിലാണ് അജിംസ് കൂടുതലായി സംസാരിച്ചത്. ബംഗ്ലാദേശിൽ പക്ഷേ ഒരു സംവരണത്തിൽ തൊട്ടാൽ അത് ബംഗ്ലാദേശിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും വിഷയം തന്നെയാണ്. അതാണല്ലോ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു സമരം
എത്രത്തോളം ബംഗ്ലാദേശിന് ഗുണം ചെയ്യും? കാരണം ഈ 30% സംവരണം ഒരു കൂട്ടർക്ക് കൊടുക്കുക, ഈ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല വിമോചന പ്രസ്ഥാനത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പേഴ്സൻറ്റേജ് ആണല്ലോ 30% എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതിനെതിരെയുള്ള സമരം വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ സമരം വിജയിച്ചുകൊണ്ടാണ് ഒരു സർക്കാരിന് ഈ ഭരണം അവസാനിപ്പിച്ച് പോകേണ്ടി വരുന്നത്. അവർക്ക് വളരെ പെട്ടെന്ന് അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗ്ഗം ഇവിടെ വരേണ്ടി വന്നത്. അപ്പോൾ ഈ 30% സംവരണം എന്ന് വെച്ചാൽ 30% സംവരണം ഏതെങ്കിലും അർഹരായ ആളുകൾക്ക് കൊടുക്കുന്നു മാത്രമല്ല കാണേണ്ട കാര്യം. അത് അവരുടെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ ആളുകൾക്കും അതിൻ്റെ അനുബന്ധരായി നിൽക്കുന്ന ആളുകൾക്കും മാത്രം കിട്ടുന്ന തരത്തിൽ അതിനെ അവർ അവർ സിസ്റ്റമാക്കി മാറ്റിയിരിക്കുന്നു എന്നിടത്താണ് ഒന്നാമത്തെ പ്രശ്നം കിടക്കുന്നത്. ഞാൻ വിചാരിക്കില്ല, ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് ഈ സംവരണവുമായി ബന്ധപ്പെട്ട അതൊരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ എന്നൊക്കെ പറയില്ല. ഇപ്പം 1-ാം ലോകമഹായുദ്ധത്തിനും 2-ാം ലോകമഹായുദ്ധത്തിനും പലതരം കാരണങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് പൊട്ടിപ്പുറപ്പെടാനൊരു കാരണം ഉണ്ടാവും. ആ കാരണം നിലയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ഈ സംവരണ വിരുദ്ധതയെ അവിടെ എടുക്കാൻ കഴിയുക. അതർവൈസ് അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, സർക്കാരിൻ്റെ ഭരണം ഉണ്ടാക്കുന്ന തൊഴിൽ മേഖലയിലും സാമ്പത്തിക രംഗത്തും അടക്കം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകൾ വല്ലാത്തതിലുള്ള അതൃപ്തിയുള്ളവരായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ യുവാക്കളുടെ പ്രപ്പോർഷനുള്ള രാജ്യങ്ങളിലൊന്ന്, ഒരു വർഷം ഏതാണ്ട് 1.9 or 2 മില്യൺ ആളുകൾ ജോബ് മാർക്കറ്റിലേക്ക് വരുന്ന ഒരു രാജ്യത്ത് അതിനനുസൃതമായി തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല എങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അതൃപ്തി എന്തുമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. രണ്ടാമത്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള എല്ലാ മൂല്യങ്ങളെയും കുഴിച്ചുമൂടിയാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റിലാവുന്നു, അവർക്കെതിരായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പറഞ്ഞ ജഡ്ജിമാരോട് പ്രതികാരം ചെയ്യുന്നു, തെരഞ്ഞെടുപ്പുകളിൽ അവർ മാത്രമായി മത്സരിക്കുന്നു, പ്രതിപക്ഷം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചില സ്വതന്ത്രന്മാരെ അവർ ഹയർ ചെയ്ത് മത്സരിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനാധിപത്യപരമായ ആശയങ്ങൾ ഇല്ലാതാക്കപ്പെടുന്നു. ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ടുള്ള ധ്രുവിൻ്റെ വീഡിയോ നമുക്ക് ഓർമ്മയില്ല. ആ വീഡിയോ എന്തുമാത്രം ആളുകൾ ആശങ്കയോടെ സ്വീകരിച്ച ഒന്നാണ്. അതിൻ്റെ ഒരു ലെവൽ കടന്ന സാഹചര്യം ബംഗ്ലാദേശിൽ സംജാതമായി എന്ന് വേണം കാണാൻ. അങ്ങനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിനെ, അതായത് ജനാധിപത്യ മൂല്യങ്ങൾക്കിടമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ഏകാധിപതി അവരുടെ സ്വന്തം നയപരിപാടികൾ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വിനാശങ്ങൾ, അത് തൊഴിലില്ലാതാക്കും, സമാധാനം ഇല്ലാതാക്കും, തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യത ഇല്ലാതാക്കും. അമേരിക്കൻ ഒബ്സർവർമാർ പോലും പറഞ്ഞിട്ടുണ്ട് അവസാന ഇവർ നടത്തിയിട്ടുള്ള ഈ ഇലക്ഷൻ പ്രോസസ്സിനകത്ത് സുതാര്യതയുടെ പ്രശ്നമുണ്ട് എന്നിട്ടുള്ള കമൻസ്. അപ്പോൾ അത് അടിസ്ഥാനപരമായി ജനാധിപത്യ ബോധമുള്ള മനുഷ്യന്മാരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒന്നാണ്. മറ്റൊന്ന് തൊഴിൽ മേഖലയാണ്. തൊഴിൽ മേഖലയിൽ ഏതാണ്ട് 51% സംവരണം ബാക്കിയാണ് അവിടെ ഉള്ളത്. ആ സംവരണം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിലാണ്. ഇപ്പം ഡിസേബിൾഡായ ആളുകൾക്ക് സംവരണമുണ്ട്, പിന്നെ ഈ പറയുന്ന സ്ത്രീകൾക്ക് സംവരണമുണ്ട്, പിന്നെ ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ ആളുകളുടെ പിന്മുറക്കാർക്ക്, അതിപ്പോൾ 3-ാമത്തെയോ 4-ാമത്തെയോ തലമുറയായി എന്ന് ഓർക്കണം. അപ്പോൾ അവരുടെ സംവരണം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം സ്വാഭാവികമായും ജോബ്ലെസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഡിസ്റ്റർബ് ചെയ്യുകയും അവർ സമരത്തിലേക്ക് പോവുകയും ആ സമരം അക്രമാസക്തമാവുകയും അവസാനം അവർക്ക് വിട്ടോടി പോവുകയും ചെയ്യേണ്ടി വന്നു. അതിൽ ലോകത്തെല്ലാവർക്കുമുള്ള എല്ലാ ഭരണകൂടങ്ങൾക്കും അതിൽ ദൃഷ്ടാന്തമുണ്ട്. ആത്യന്തികമായി മനുഷ്യരുടെ തൊഴിലും അവരുടെ ഭക്ഷണവും ചോദിച്ചു വരുന്ന ദിവസമാണ്. എല്ലാത്തിൻ്റെയും ദിശ തിരിക്കുന്ന സമയം. അതിലെല്ലാം ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ ലോകത്ത് പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ശൈഥില്യാവസ്ഥകളുണ്ട്, ഭരണകൂടങ്ങൾ മാറിപ്പോകുന്നുണ്ട്, പട്ടാള ഭരണം വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഒരു ഭരണാധികാരിക്ക് അവരുടെ ഭരണം ജനങ്ങൾ അവരെ എടുത്തെറിയുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്നുള്ളത് നയതന്ത്രപരമായി ഇന്ത്യയെ സംബന്ധിച്ച് ശുഭകരമായ ഒരു കാര്യമല്ല. അവിടെ സിറ്റുവേഷനെ കുറച്ചുകൂടി നേരത്തെ ഇന്ത്യ പഠിച്ചിടപെട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ പോലും ഉയർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. പിന്നെ അവിടെ ഉണ്ടാകുന്ന അൺട്രസ്റ്റ് ഇങ്ങോട്ടേക്കുള്ള ഈ അഭയാർത്ഥികളുടെ പ്രവാഹം ഉണ്ടാക്കാം, ഇല്ലീഗലായിട്ടുള്ള കടന്നുവരെ ഉണ്ടാക്കാം, പിന്നെ വലിയുള്ള കലാപങ്ങൾക്ക് ഇന്ത്യയിൽ കാരണമാകാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ വിരുദ്ധരായ രാജ്യങ്ങൾ ചുറ്റുമുള്ള രാജ്യങ്ങളെ മുഴുവൻ കൈയടക്കി വെക്കുകയും ഇന്ത്യ സത്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു തുരുത്തായി മാറിപ്പോവുകയും ചെയ്യുന്ന നയതന്ത്രപരമായ നമ്മുടെ പരിമിതി രൂപപ്പെടുന്നുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഈ തുടർന്നങ്ങോട്ട് ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കേണ്ട സംഗതിയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് സ്വാഭാവികം എന്ന് വിചാരിക്കാവുന്ന ഒന്ന്. കാരണം അത്ര നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏകാധിപത്യം, ഏതാണ്ട് എല്ലാ തരത്തിലുള്ള ഏകാധിപത്യ രൂപമുള്ള ഒരു ഭരണകൂടം അതിൻ്റെ സ്വാഭാവികമായ അന്ത്യത്തിൻ്റെ ദിവസത്തിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.